ഹലോ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട 35 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഇന്നത്തെ A to Z ഇൻഫോവേറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വർഷം SSLC അതല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ ആധാറിൽ എല്ലാ കാര്യങ്ങളും കൃത്യമാണെങ്കിൽ, അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് എല്ലാം കൃത്യമാണെങ്കിൽ ഒന്നും അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്, അതല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റാണ്, പേര് തെറ്റാണ് എന്നിങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നിങ്ങളുടെ ആധാറിലുള്ള മിസ്റ്റേക്ക് എന്ന് കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നും കൂടി അറിയിക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട്. അന്ന് പറഞ്ഞിരുന്നു 10 വർഷത്തെ പുതുക്കലായിരുന്നു പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും 35 വയസ്സ് കഴിഞ്ഞ ആളുകൾ ആധാർ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പുതുക്കാവുന്നത്. അപ്പോൾ അതിന് താഴെ പല ചോദ്യങ്ങൾ വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജനനതീയതി എങ്ങനെ തിരുത്താം, അതല്ലെങ്കിൽ ജനനതീയതി തിരുത്തുന്നതിന് എന്തെല്ലാം രേഖകളാണ് വേണ്ടത്. ജനനതീയതി തിരുത്തുവാൻ പല പ്രാവശ്യം അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും റെഡി ആയിട്ടില്ല എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും. അപ്പോൾ ജനനതീയതി എങ്ങനെ ആധാർ തിരുത്താമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനനതീയതി, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരാത്ത ഒന്നാണ്. അതായത് അവരുടെ പേര് ചിലപ്പോൾ കാസ്റ്റ് മാറുകയോ അതല്ലെങ്കിൽ നമുക്ക് മാറ്റം വരുത്തണമെന്ന് തോന്നുകയോ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ പേര് മാറ്റം വരാം. അതുപോലെ തന്നെ നമ്മൾ അഡ്രസ്സ് മാറുകയോ അതല്ലെങ്കിൽ നമ്മൾ വാടക താമസിക്കുന്നത് മറ്റൊരു വീട്ടിലേക്ക് മാറുകയോ ചെയ്താൽ അഡ്രസ്സിൽ മാറ്റം വരാം. അതുമല്ല, ജെൻഡർ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജെൻഡറും മാറ്റം വരാം. എന്നാൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും മാറ്റം വരികയില്ല. അപ്പോൾ ആധാറിലുള്ളതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ഒന്നെങ്കിൽ തെറ്റ് വന്നതോ അതല്ലെങ്കിൽ മുഴുവനായിട്ടും, അതായത് ഇയർ ഓഫ് ബർത്ത് മാത്രമുള്ളതോ ആയിരിക്കാം പ്രശ്നം, അല്ലാതെ മാറ്റം വന്നിട്ടുണ്ടാവില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ ആധാർ UID ജനനതീയതി ഒറ്റ പ്രാവശ്യം മാത്രമേ ആധാർ തിരുത്തുവാൻ സമ്മതിക്കുകയുള്ളൂ. കാരണം അത് പിന്നീട് മാറ്റം വരികയില്ല. എന്തെങ്കിലും നമ്മൾ കൊടുത്ത രേഖകൾ പ്രകാരമോ അതല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്തുള്ള പ്രശ്നം കൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ഒരു ചാൻസ് മാത്രം UID നൽകുന്നുണ്ട്. മാത്രമല്ല, ആധാറിൽ ജനനതീയതി തിരുത്തുന്നതിന് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുമുണ്ട്. അതിലൊന്നാണ് ആധാറിൽ ജനനതീയതി തിരുത്തുവാൻ ആകെ 3 രേഖകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഒന്ന് ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ SSLC കഴിഞ്ഞ ആളുകളുടെ SSLC സർട്ടിഫിക്കറ്റ്, 3 പാസ്പോർട്ട്. ഈ 3-ലേതെങ്കിലും ഒരു വാലിഡായിട്ടുള്ള രേഖ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വാലിഡായിട്ട് രേഖ ഉദ്ദേശിച്ചത് പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഓരോ രേഖയിലേക്കും കിടക്കാം. ഒരു 35 അതല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മിക്കവാറും ആളുകൾക്കും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജനന സർട്ടിഫിക്കറ്റ് വെച്ച് ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം എന്നുള്ളത് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ പ്രധാനമായും 2 രേഖകളാണുള്ളത്. ഒന്നുകിൽ പാസ്പോർട്ട് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നത് ഉദ്ദേശിച്ചത് SSLC കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ്. അതല്ലാതെ 5ാം ക്ലാസ് വരെ പോയി അല്ലെങ്കിൽ 6ാം ക്ലാസ് വരെ പോയി എന്നുള്ള മുദ്രപത്രത്തിലുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്വീകാര്യമല്ല. അങ്ങനെ ആകുമ്പോൾ പല ആളുകൾക്കും, ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊന്നും SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നെ അവർക്ക് ആകെ ഉണ്ടാകുന്ന രേഖ പാസ്പോർട്ട് മാത്രമായിരിക്കും. ഇത്തരത്തിൽ പാസ്പോർട്ട് വെച്ചാൽ നമ്മുടെ ആധാറിൽ ജനനതീയതി മാറ്റുന്നതെങ്കിലും ചില കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്താണ് പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് മാത്രമല്ല, മിനിമം 6 മാസമെങ്കിലും പാസ്പോർട്ടിന് കാലാവധി ഉണ്ടാവണം. അതുപോലെ തന്നെ പാസ്പോർട്ടിലുള്ള പേരും ആധാറിലുള്ള പേരും സർനെയിം അടക്കം കറക്റ്റ് ആവണം. പല ആളുകളുടെ പാസ്പോർട്ടിൽ സർനെയിം ചിലപ്പോൾ ഫുള്ളാവാം, ആധാറിൽ ഷോർട്ടാവാം. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് റെഡി ആവുന്നില്ല. പകരം രണ്ടിലും ഒരേപോലെ പേരാണെങ്കിൽ മാത്രമേ അധികവും ഡേറ്റ് ഓഫ് ബർത്ത് റെഡി ആകുന്നുള്ളൂ. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഒരു 90% പാസ്പോർട്ട് വെച്ച് ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പ്രാവശ്യം മാറ്റുവാൻ സാധിക്കും. എന്നാൽ ഒന്നിലധികം പ്രാവശ്യം എഡിറ്റിംഗ് എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആധാറിൽ. അതുപോലെ തന്നെ അവർക്ക് SSLC ബുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഫോട്ടോയും ആധാറിലുള്ള ഫോട്ടോയും ഏകദേശമെങ്കിലും ഒരു ക്ലിയർ ആവണം. അതായത് പണ്ടത്തെ SSLC ബുക്കാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കാം ഫോട്ടോ, എന്നാലും ഏകദേശമൊക്കെ മാച്ച് ആണെങ്കിലേ റെഡി ആകുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധാറിലുള്ള പേരും
അതുപോലെ SLC സർട്ടിഫിക്കറ്റുള്ള പേരും കൃത്യമാകൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റും. ജനന സർട്ടിഫിക്കറ്റിൻ്റെ പേരും ആധാർത്തെ പേരും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ജനന സർട്ടിഫിക്കറ്റ് വെച്ചും തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു ചോദ്യമായിരുന്നു, പല തവണ അക്ഷയ കേന്ദ്രങ്ങളിലും അതുപോലെ പല കേന്ദ്രങ്ങളിലും ചെന്ന് നമ്മൾ ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ കൊടുത്തു, എല്ലാം റിജക്റ്റ് ആവുക എന്നുള്ളത്. അത്തരം കേസ് സാധാരണ വരുന്നത് ആധാർ എടുക്കുന്ന സമയത്ത്, അതായത് ശ്രദ്ധിക്കുക, ആധാർ ആദ്യമായി എന്നാണ് എടുത്തത് ആ സമയത്ത് വെരിഫൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആധാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഭാഗത്ത്. സാധാരണഗതിയിൽ നമ്മൾ വെരിഫൈഡ് ടിക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ രേഖയിൽ കറക്റ്റാണ്, ഇനി മാറ്റം വരില്ല എന്നുള്ളതാണ് വെരിഫൈഡ്. അത് ടിക്ക് ചെയ്യൽ അന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ നിർബന്ധമാണ്. അന്നത്തെ കാലത്ത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര പ്രാവശ്യം തിരുത്തിയാലും റെഡിയാവില്ല. അത്തരത്തിലുള്ള കേസുകളായിരിക്കാം അത്. ഇങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് ഇമെയിൽ വഴി അയച്ചാൽ ഒരു പരിധി വരെ റെഡിയാകുന്നുണ്ട്. അവർ എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടതെന്ന് കൂടി പറയാം. അവർ ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്ററിലോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിലോ ചെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ അപേക്ഷ നൽകുക. ആ ഒരു അപേക്ഷയും, അതായത് റിജക്റ്റ് ചെയ്യാത്ത അപേക്ഷയും, ഒപ്പം നിങ്ങളുടെ അടുത്തുള്ള എന്ത് രേഖയാണോ, ജനന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, അതല്ല പാസ്പോർട്ടാണ് അത്, അല്ലെങ്കിൽ SLC ബുക്കാണത്, ഇവയും ഒപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം അത് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ ഉണ്ടാകും. ഇത് മൂന്നും കൂടിയും UIDൻ്റെ അതോറിറ്റിക്ക് ഇമെയിൽ അയച്ചാൽ ഒരു പരിധി വരെ ഒരു 50-50 ചാൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും റെഡി ആകുന്നുണ്ട്. ആ ഇമെയിൽ അയക്കുന്ന സമയത്ത് നമുക്കുള്ള ബുദ്ധിമുട്ടും കൂടി മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല, അതല്ലെങ്കിൽ അഡ്മിഷന് ബുദ്ധിമുട്ടുണ്ട്, ഇത്തരത്തിൽ എന്താണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാറിയിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്, അതും കൂടി മെൻഷൻ ചെയ്ത് അയച്ചാൽ ഒരു പരിധി വരെ റെഡി ആകുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, SLC അതല്ലെങ്കിൽ +2 എക്സാം എഴുതി റിസൾട്ട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അതല്ലെങ്കിൽ റിസൾട്ടിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ആധാറിൽ സുപ്രധാനമായിട്ടുള്ള കാര്യം ചെയ്യണമെന്നത്. അതെന്താണെന്ന് നോക്കാം. 15 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ട കാര്യമാണ് മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ. അതായത് ആധാറിലുള്ള ഫോട്ടോ, വിരലടയാളം തുടങ്ങിയവ പുതുക്കുക. ചിലപ്പോൾ അവർ ഒരു വർഷം മുൻപ്, അതായത് 14-ാം വയസ്സിലോ 13-ാം വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും നിർബന്ധമായും 15 വയസ്സ് തികഞ്ഞതിന് ശേഷം ചെയ്യണം. 15 വയസ്സ് തികഞ്ഞ് ഏകദേശം ഒരു വർഷത്തിനുള്ള നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്രീ സർവീസാണ്. ₹1 പോലും ആധാർ സേവന കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ നൽകേണ്ടതില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിരലിടാൻ കിട്ടുകയില്ല, അതേപോലെ ഫോട്ടോ മാച്ച് ആവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. മാത്രമല്ല നിങ്ങളുടെ ആധാർ കട്ടാവാനും ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ +1 അഡ്മിഷനൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഒരു സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം തിരക്ക് വളരെ കുറവായിരിക്കും. അവിടെ ചെന്ന് നിങ്ങളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z Info എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.